കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിൽ ഇപ്പോൾ ഇതാ രാജ്യ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ബാനറിൽ ആരംഭിച്ച പ്രതിഷേധങ്ങളുടെ ആഘാതം ഇപ്പോൾ ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനുകളിൽ പോലും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. CJPയെ പിന്തുണച്ച ആളുകൾ ശക്തമായി മുന്നോട്ട് വരുന്നു. ഇന്നലെ രാത്രി ഡൽഹിയിൽ നടന്ന അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം രാവിലെ മുതൽ പ്രതിഷേധക്കാർ വീണ്ടും ജന്തർ മന്ദറിൽ ഒത്തുകൂടാൻ തുടങ്ങി. ആ സമയത്ത് മഹാരാഷ്ട്രയിൽ ഒരു ബന്ദ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ സമരം അക്രമരഹിതമാണ് എന്ന് അഭിജിത്ത് ദീപ്കെ പറയുമ്പോഴും കനത്ത ആക്രമണമാണ് CJP കലാപകാരികൾ അഴിച്ചുവിടുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിന്റെ കൂട്ടത്തിൽ ഒമർ അബ്ദുള്ളയുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജമ്മു കശ്മീരിന്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞത് SSB പേപ്പർ ചോർച്ച സംഭവം 2022 നടന്നത്. അന്ന് സംസ്ഥാനം ഗവർണർ ഭരണത്തിലായിരുന്നു, NC കോൺഗ്രസ് അല്ല എന്നാണ് പറയുന്നത്. അത് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങാനുള്ള പരിപാടിയാണ്. നേരത്തെ ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി വേണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷേ അത് ചീറ്റിപ്പോയി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഡൽഹിയിൽ 16 മെട്രോ സ്റ്റേഷനുകൾ അടച്ചു എന്നുള്ളതും നമുക്കിതിൽ നിന്ന് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് ഡൽഹിയിൽ മെട്രോ സ്റ്റേഷനുകൾ അടിയന്തരമായി അടച്ചിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.